നേരം പരപരാ വെളുത്ത് 10 മണിയായതേ ഉള്ളൂ കേട്ടോ. വണ്ടിക്കകത്തൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല, നല്ല മഴയും തണുപ്പും. ജോൺസൺ മാഷിൻ്റെ പാട്ടും കടിഞ്ചായയും മാത്രമേ ഇല്ല. മഴ കാരണം എങ്ങനെ വെളിയിലോട്ട് ഇറങ്ങുമെന്ന്. ഇന്നേ മാർക്കറ്റിൽ തിരക്കൊന്നും കാണുന്നില്ലല്ലോ. എനിക്കൊന്നേ ഇന്ന് അവധി ദിവസമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇന്ന് മാർക്കറ്റ് ഇല്ലെന്ന് തോന്നുന്നു. ഇന്നലെ ഏതൊക്കെയാലും മഴയില്ലായിരുന്നു. അതെ അതെ, ഇന്ന് ഫുള്ള് മഴയാണെന്ന് തോന്നുന്നു. അപ്പം നേരെ അമൃത്സറിന് പോവാം. ഇവിടെ ഇതുവരെ അവർ ഇറക്കാൻ വന്നില്ല. ഇപ്പം അവിടെ സാധനം അത്യാവശ്യമായെന്ന് തോന്നുന്നു. പുള്ളി പറഞ്ഞു എന്നാൽ പോരെ, നേരെ വണ്ടി എടുത്ത് പോരാൻ പറഞ്ഞു. രക്ഷപ്പെട്ടു നമ്മള്. നമുക്ക് പോയേക്കാം, ഇനി പഠിക്കണ്ടല്ലോ. അവരെ വിളിച്ചിട്ട് ഇപ്പൊ എടുക്കുന്നുമില്ല ഇവിടെ. എന്നാ പോയേക്കാം, വണ്ടി എടുത്തോളാൻ പറ. പല്ലൊക്കെ ഇനി പോകുന്ന വഴിക്ക് തേക്കാം. അത് മതി. ഇപ്പം അത്യാവശ്യം ഇതേ തൊട്ടടുത്ത് ഇവിടെ തന്നെ വാഷ്റൂം ഒക്കെ ഉണ്ടായിരുന്നല്ലേ, അതുകൊണ്ട് വാഷ്റൂം പോക്കൊക്കെ നടന്നു. അപ്പോൾ അവരോട് താങ്ക്സ് ഒക്കെ പറഞ്ഞു. നമുക്ക് ഇനി സ്ഥലം വിടായിരുന്നു. മഴ പെയ്തേ മൊത്തം നാശമായിട്ട് കിടക്കുക. കാര്യം ഫുള്ള് കോൺക്രീറ്റ് ചെയ്തേക്കുന്നതാണ്. പക്ഷെ അതിൻ്റെ മുകളിൽ ഈ വേസ്റ്റ് എല്ലാം ഇട്ടിട്ട് അതൊന്നും നല്ലപോലെ ക്ലീൻ ചെയ്യുന്നില്ല. അതുകൊണ്ടെല്ലാം ആകെപ്പാടെ നാശമായിട്ട് കിടക്കുക. മഴയും കൂടെ പെയ്തുകൊണ്ട് ഒന്നും പറയണ്ട. വെളിയിലിറങ്ങി തൂക്കണം, തൂക്കിയിട്ട് വേണം പോകാൻ. ഇതുണ്ടോ മഴ പെയ്തപ്പോഴത്തെ അവസ്ഥ ഉണ്ട്. ചെളിയല്ലേ, മഴ പെയ്താൽ പിന്നെ ഇവിടെ നിലത്ത് കാല് കുത്താൻ കൊള്ളില്ല കേട്ടോ. അതെ അതെ, ഇതേണ്ടേ ഇന്ത്യയൊക്കെ വരുന്നുണ്ട്. ഇതേ വെള്ളം ഒഴിപ്പാനുള്ള ഒരു സെറ്റപ്പ് നിലവിലില്ല. ഈ ഓട കിടക്കുന്നതിനകത്തോട്ടല്ല ഇവർ ഈ വേസ്റ്റും സാധനവും എല്ലാം കൂടെ കൊണ്ടുപോയി ആ ഓടക്കകത്തോട്ടാണ്. ഓട അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെള്ളം പോകുന്നില്ല. അതാ വിഷയം, പ്രശ്നം. ഡ്രെയിനേജ് സംവിധാനം ശരിയല്ല. ഇതെന്താ കപ്പളങ്ങ മൊത്തം, കപ്പളങ്ങ മാർക്കറ്റ്. പഠിച്ച സമയത്ത് ഏതോ ഒരു രാജവംശത്തിന്റെ കാലത്ത് മാത്രമേ ഉള്ളായിരുന്നു ഡ്രെയിനേജ് കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഞാനത് മറന്നുപോയി, എനിക്കും അറിയായിരുന്നു. സെറ്റിൽഡ് ആയിരുന്നു. ഹിസ്റ്ററിക്കകത്ത് പഠിച്ച. ഇതാ നമ്മുടെ മാർക്കറ്റിന്റെ ഗേറ്റ്. ഇവിടെ ഒരു ചാർജ് ഉണ്ട് വണ്ടി കയറി പോകുന്നതിന്. 250 രൂപ അല്ലേ? 250. ഇനി വേറെ കൊടുക്കണമെന്ന് അറിയുന്നില്ല. അതെ, ഇനിയിപ്പോൾ ഒരു ദിവസം കിടന്നുകൊണ്ട് ചിലപ്പോൾ വേറെ കൊടുക്കേണ്ടി വരുമായിരിക്കും. നമ്മുടെ കുഴപ്പമാണ്, അവരെ ഇറക്കാഞ്ഞിട്ടില്ല നമ്മളവിടെ കിടന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് കത്തമായി. അവരിലേക്കേക്കാം. അപ്പോൾ എത്രയാന്ന് ചോദിച്ചേ? 250 കൂടെ കൊടുക്കേണ്ടി വരുമായിരിക്കും. ഈ പൈസയെ മാർക്കറ്റ് ക്ലീൻ ചെയ്യാനും പിന്നെ നല്ല നീറ്റായിട്ട് ഇടാനൊക്കെ ആയിട്ടാ ഉപയോഗിക്കുന്നത്. പക്ഷേ നീറ്റൊന്നും അല്ലല്ലോ അവസ്ഥ. ഇതാ എത്രയാടാ? 250 തന്നെ. അതാണ് 500 രൂപ. 500 രൂപ. ഇതൊക്കെ വണ്ടിക്കാർ കൊടുക്കേണ്ട പൈസ തന്നെ കേട്ടോ. കുഴപ്പമില്ല. ഒരു വാഷ്റൂം പോലും പബ്ലിക്കിന് ഇല്ല. ഡ്രൈവർമാര് വെറുതെ വൃത്തിയുണ്ട്. പണി നടക്കുന്നേ. അവരിപ്പോ ആ മരത്തിന്റെ ചോട്ടിലായിരിക്കും. അതിന് ഓഫീസിന് വേണ്ടിട്ട് ഇത് പണിയുന്നത്. അതൊക്കെ ആവുമായിരിക്കും. ഇതാണ് നമ്മൾ തൂക്കിയ വേബ്രിഡ്ജ്. ഇവിടെ തൂക്കം എടുത്തിട്ട് വേണം പോകാൻ. ഇവർ എത്ര കിലോ ഇവിടെ ഇറക്കിയെന്നുള്ള കാര്യം ഇവർക്ക് കണക്ക് വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് അവിടെ നോക്കാൻ വന്നൊരു പുള്ളിയെ ഇഞ്ചിയുടെ ഒരു ചാക്ക് പൊട്ടിച്ച് നോക്കിട്ട് പറഞ്ഞ മാല് അടിപൊളി മാല്, പക്ഷേ ഇല്ല ജാതായ വെള്ളം കൂടുതലാണ്. ഈർപ്പ് അടിച്ചിരിക്കുന്നത്. എത്ര ടൺ ഇറക്കിയെന്ന് നോക്കിയേ. ഇപ്പൊ 26,970. എത്രയുണ്ട് വെയിറ്റ്? എത്രയുണ്ട് ഇറക്കിയത്? 8,950 ഇറക്കി അല്ലേ? അത് അവർക്ക് വാട്സപ്പ് ചെയ്ത് കൊടുക്കണം വെയിറ്റ്. അപ്പോൾ വീണ്ടും വെയിറ്റ് ഒക്കെ നോക്കി. അപ്പോൾ ചായ ഒന്ന് വാഷ്റൂമിലേക്ക് പോയത്. അപ്പോൾ വണ്ടി ഇങ്ങോട്ട് നമുക്ക് മാറ്റിയിടാം. അപ്പം നമ്മൾ ജലന്ധറിലെ ലോഡൊക്കെ ഇറക്കിയിട്ട് ഇപ്പം അമൃത്സറിലേക്ക് പോവുക. ഹൈവേയിൽ വന്ന് കയറി. പാനിപ്പത്ത് ജലന്ധർ NH1 ടോൾവേസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പോൾ ഇത് NH1 ആയിരുന്നു കേട്ടോ. അടുത്ത് നമ്മൾ NH3യിലേക്ക് കയറുകയാണ്. അമൃത്സർ 70 കിലോമീറ്റർ, അട്ടാരി ബോർഡർ 102 കിലോമീറ്റർ. അപ്പോഴേ ഇന്ന് അമൃത്സറിൽ ഇറക്കുവാണെങ്കിൽ നാളെ വേണമെങ്കിൽ ബോർഡറിലേക്ക് പോവാം. അതെ, മഴയാണെങ്കിൽ ഞങ്ങൾ രണ്ടുകൂടെ പോകും. ലോഡാകുകയാണെങ്കിൽ കോ ഡ്രൈവറെ ലോഡ് ഒക്കെ കയറ്റാൻ നമുക്ക് ഏൽപ്പിച്ചിട്ട് ലോക്കൽ ഡ്രൈവർ ഇല്ല ഇവിടെ. ഗൈഡുമാർ വേണേ ഉണ്ട്, ഡ്രൈവർമാരില്ല. അതല്ലേ പ്രശ്നം. പണ്ടൊക്കെ ഇഷ്ടംപോലെ ലോക്കൽ ഡ്രൈവർമാരുണ്ടായിരുന്നു. എവിടെ കൊണ്ടുപോയി നമ്മൾ ആ ലോറി ഓഫീസിൽ കൊടുത്താൽ മതി. അവർ പോയി ഇറക്കിയിട്ട് വരും. പിന്നെ ലോഡ് കയറ്റിക്കൊണ്ട് വരും.
പക്ഷെ ഇപ്പോൾ ലോക്കൽ ഡ്രൈവർമാർ വളരെ കുറവാണ്. ഡ്രൈവർമാരെ തന്നെ കിട്ടാനില്ല, അന്നേരം പിന്നെ ലോക്കൽ ഡ്രൈവർമാർ. അതുകൊണ്ട് തന്നെയല്ല, എന്നാന്നറിയോ, അതൊരു കാര്യം. അന്ന് ഭയങ്കര ഈ ചെല്ലുന്നിടത്തൊന്നും വണ്ടി ഇറക്കാൻ പോകണമെങ്കിൽ വലിയ പാടാണ്, പോലീസിൻ്റെ ചെല്ലുകയും ഭയങ്കര ഗുണ്ടായുസും ഒക്കെയാണ്. അപ്പോൾ അവിടെ ലോക്കലായിട്ടുള്ള ആൾക്കാരെ പറ്റുള്ളായിരുന്നു. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ സ്ഥിരം പോകുന്ന ഡ്രൈവർമാർ തന്നെ ബോംബെയിലൊക്കെ കൊണ്ടിറക്കുന്നത്, ഞങ്ങളെല്ലാം തന്നെ കൊണ്ടിറക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അന്നേരം ഒരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ അവിടെ ചെന്ന് ഈ ചെല്ലുന്നവർ ഇനി ഉറക്കളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ലോറി ഓഫീസിൽ കിടന്ന് ഉറങ്ങുകയുള്ളൂ. ലോക്കൽ ഡ്രൈവറും ഉണ്ട്, പിന്നെ ക്ലീനറും ഉണ്ട്, ക്ലീനറും പോകും കൂടെ. ലോക്കൽ ഡ്രൈവറും ഉണ്ട്, ലോഡ് ഇറക്കി കൊണ്ടുവരും. പിന്നെ അടുത്ത ലോഡാകുമ്പം വീണ്ടും ലോക്കൽ ഡ്രൈവർ പോയി ലോഡ് കയറ്റി കൊണ്ടുത്തരുകയും ചെയ്യും. അപ്പം മെയിൻ ഡ്രൈവർക്ക് പോയി എവിടെയെങ്കിലും കറങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ കറങ്ങുകയും ചെയ്യാം, അവിടെ കിടന്ന് ഉറങ്ങുകയോ ഒക്കെ ചെയ്യാം, സുഖമാണ്. എൻ്റെ പൊന്നു മേഡം, ഇങ്ങനെ വരുന്ന മെയിൻ ഡ്രൈവർമാരൊന്നും ഒരിടത്തും കറങ്ങാൻ പോകുന്നില്ല. അവർ ഈ ഉറക്കം ഉളച്ച് വരുന്ന പാടെ ഓഫീസിൽ കൊണ്ട് വണ്ടി ഇട്ട് അവിടെ കിടന്ന് ഉറങ്ങി പിന്നെ തിരിച്ച് ലോഡ് കയറ്റി വരുമ്പോഴായിരിക്കും ഉറക്കം തന്നെ ഞെട്ടിട്ട് പോകുന്നത്. അന്നൊക്കെ സിംഗിൾ ഡ്രൈവറും ക്ലീനറും ഒക്കെ അല്ലേ ഓടുന്നത്. അതെ, അല്ല ഡബിൾ ഡ്രൈവർ ഉണ്ടായിരുന്നവരും ഉണ്ടെന്നേ. ഉണ്ടെങ്കിലും ഇറക്കാൻ പോകുന്ന മിക്കവാറും ലോക്കൽ ഡ്രൈവറായിരുന്നു പോകുന്നത്. ഒരാളും കൂടെ പോകണം, പിന്നെ ലോക്കൽ ഡ്രൈവറും കൂടെ സെക്കൻഡ് ഡ്രൈവർ ഒരാൾ, ആരെങ്കിലും ഒരാൾ. അത് മിക്കവാറും മൂപ്പന്മാർ ഓഫീസിൽ കിടന്ന് ഉറങ്ങും. അങ്ങനെ സെക്കൻഡ് ഡ്രൈവറെ കൂടെ വിടും. ഫ്രീഡം സ്ട്രഗിൾ മെമ്മോറിയൽ പഞ്ചാബ് എന്നാണ്. കുറേ ഏരിയ ഉണ്ട്, നല്ല അടിപൊളി ബിൽഡിംഗ് അല്ലേ. ആ മാർക്കറ്റിനകത്ത് നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേനേ നല്ല അടിപൊളി സ്ഥലങ്ങളല്ലേ. അതെ അതെ. ആർമി വണ്ടികളുണ്ടോ എന്തേരാ വരുന്നതെന്ന്? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതുമല്ല ഇപ്പം നമ്മൾ ബോർഡറിലേക്ക് എടുക്കുന്നതുകൊണ്ടേ നോക്കിയേ, എന്നാ ലോഡാ കയറ്റിയേക്കുന്നത് നോക്കിയേ, ഇത്ര വണ്ടി. എനിക്കൊന്ന് ഈ ഇവിടെ കണ്ട് ഹൈവേയുടെ പണി, ഇതേ ഒരു പാലം കണ്ടോ, ഓർബിറ്റ് കണ്ട് പണിയുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് വന്നതാണെന്ന് തോന്നുന്നു. വന്ന ലോഡുകളാണെന്ന് തോന്നുന്നു. അതെ, ഒത്തിരി ഉണ്ട് കേട്ടോ, കുറച്ചൊന്നുമല്ല, അങ്ങ് കിടക്കുക. അത് തന്നെയല്ല, ഇത് ഹൈവേ പണിയുന്ന യാർഡിലേക്ക് മറ്റേലും കൊണ്ട് വന്നേക്കുന്നത്. അതുകൊണ്ടോ മണലാണ് കിടക്കുന്നത് മൊത്തം. അതെ, ഈ ഫ്രീഡം സ്ട്രഗിൾ മെമ്മോറിയൽ ഇത്ര അടുത്താന്ന് അറിഞ്ഞില്ല ഇന്നലെ നമ്മള്. ഇത്ര അടുത്തായിരുന്നെങ്കിൽ പോവായിരുന്നു അല്ലേ. അത് കാണാനുള്ള ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അതെ അതെ, നമ്മുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലായിരുന്നോ? എത്രയോ പേരുടെ ജീവത്യാഗത്തിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇവിടെ സ്മാരകവും മ്യൂസിയവും എല്ലാം കൂടെ ആയിരുന്നു. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാനും നമ്മുടെ ചരിത്ര നിമിഷങ്ങളിലൂടെയൊക്കെ നമുക്ക് കടന്നു പോകാനൊക്കെ സാധിക്കുമായിരുന്നു. ഇനി നമുക്ക് ഇനി ഇതുപോലെ ഒരുപാട് പ്രാവശ്യം ഇനിയും വരുന്നല്ലേ, അപ്പം വരുമ്പോൾ ഇത് ഓർത്തിരുന്നാൽ മതി. ഓർത്തിരിനി അതെ, ഇനി എന്തായാലും പോകണം. അട്ടാരി 83 കിലോമീറ്റർ, അമൃത്സർ 52. നമുക്ക് അടുത്ത ഏതെങ്കിലും കട കാണുന്നിടത്ത് കഴിക്കാം, കാപ്പി പിടിച്ചിട്ട് പോയേക്കാം. അപ്പം NH3 കൂടിയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ജലന്ധറിന്ന് അമൃത്സറിലേക്കുള്ള റൂട്ടിൽ. ഈ പാലം കണ്ടപ്പോഴാണ് ഓർത്തത്, കഴിഞ്ഞ ദിവസം രാത്രിക്ക് സത്ലജ് റിവർ പാസ് ചെയ്തായിരുന്നു രാത്രിയിൽ. ഉറങ്ങുമായിരുന്നോണ്ട് വിളിച്ചില്ല. ലുധിയാന കഴിഞ്ഞ നല്ല വെള്ളമുള്ള നദിയാണോ? ഞാൻ നേരത്തെ കണ്ടിട്ടുള്ള വലിയ നദിയാ. വലിയ നദിയാ, ഒരു 2 കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നാം പാലം. നമ്മൾ ഇത്രയും വന്ന ഹൈവേകളിലെല്ലാം ലോറികളായിരുന്നു മൊത്തം. ഇവിടെ പക്ഷേ ലോറികൾ വളരെ കുറവും, കാറുകൾ മാത്രമാണ് എല്ലാം. ഇന്നലെ നമ്മുടെ കുൽദീപ് സിംഗ് ബൈ കൊണ്ട് തന്ന ഓറഞ്ച് ആയത്. രാവിലെ വെറുമേരിൽ ഓരോ ഓറഞ്ച് കഴിക്കാം. അതെ, ഓറഞ്ചിന് എങ്ങനെയുണ്ട്, തണുപ്പുണ്ടോ? വലിയ തണുപ്പൊന്നുമില്ല. അങ്ങോട്ടുള്ള ലൈൻ കണ്ടോ, അയ്യോ ഇത്ര തിരക്കുണ്ട് ഈ വഴിയിൽ. അങ്ങ് വരെ കിടക്കുക, 1 കിലോമീറ്റർ നീളത്തിൽ കിടക്കുക കാറുകൾ. സമയം എന്നായെന്നറിയാവോ? 12 മണി ആറായി. 11:45 എന്ന് പറഞ്ഞാൽ ഏറ്റപ്പോൾ 10 മണിയായി. അത് കഴിഞ്ഞാലേ അവർ വിളിച്ചു പറഞ്ഞു എന്നാ പോരാൻ. ഒരു ടോളിലെ തിരക്കാണ് ഇത് മുഴുവൻ. അതെ അതെ അതെ, 5 നദികളുടെ പേരിലാണ് പഞ്ചാബ് അറിയപ്പെടുന്നത്. സത്ലജ് നദി, ബിയാസ് നദി, രവി, പിന്നെ ചെനാബ്, പിന്നെ ഝലം നദി. പിന്നെ ഇന്നലെ നമ്മൾ ക്രോസ് ചെയ്ത് പോകുന്ന, കഴിഞ്ഞ ദിവസം ക്രോസ് ചെയ്ത സത്ലജ് നദിയല്ലേ. അപ്പോൾ ആ നദിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ഫക്രാനങ്കൽ അണക്കെട്ട് പണിതിരിക്കുന്നത്. നമ്മളന്ന് ഷിംലയ്ക്ക് പോയപ്പോൾ കണ്ടല്ലേ. അണക്കെട്ട് കണ്ടില്ല, നമ്മളിങ്ങനെ പറഞ്ഞായിരുന്നു. ഇത് ബിയാസ് നദിയാ, വലിയ നദിയാ, 1 കിലോമീറ്ററോളം വീതിയുണ്ട്. സിന്ധു നദിയുടെ പ്രധാന പോഷക നദിയാ ബിയാസ് നദി. ഇതിനകത്ത് വെള്ളമുണ്ട് കേട്ടോ. വെള്ളമുണ്ട്, ഇവിടെ നല്ല വീതിയുണ്ട് നദിക്ക്. ബിയാസ് നദി ഉത്ഭവിക്കുന്നത് ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശിലെ ഹിമാലയ പർവ്വതത്തിലെ റോത്താങ് ചുരത്തിലാണ്. റോത്താങ് പാസ് നമ്മൾ പോയതല്ലേ, അവിടുന്ന് വരുന്നതല്ലേ? അവിടുന്ന് വരുന്ന നദിയാ ഇത്.
ഒരു ധാബയാ, നമുക്ക് ഇവിടെ എങ്ങനെ നിർത്തിയില്ല, പിന്നെ കഴിക്കാനും ഒക്കെയല്ല. കട നോക്കി പോയാൽ ലോറി നിർത്താൻ പറ്റുന്ന കടകൾ കുറവാണ്. പക്ഷേ പൊറോട്ട ഇട്ടാൽ ആ ക്യാമറാമാനെ ക്യാമറയ്ക്ക് പിന്നിലായതുകൊണ്ടേ തലമുടിയും ചെയ്യേണ്ട, പല്ലും തേക്കേണ്ട ഒരു കുഴപ്പമില്ല. ഞങ്ങൾ അങ്ങനെയല്ല. അല്ല, ഒരു അവിടെ ഇരുന്ന് എന്നെ ചെയ്യുന്നത് എന്ത് നേരമായി ഇപ്പോഴേ ഇറങ്ങി വരും. ഓർഡർ ചെയ്തേക്കാൻ മേലായിരുന്നോ? പിന്നെ എന്നാന്ന് നോക്കിയിട്ട് ഉള്ളത് എന്നാന്നും വേണ്ടത് എന്നാന്നൊക്കെ പറഞ്ഞിട്ട് ഓർഡർ ചെയ്താൽ പോരെ. ഇങ്ങോട്ട് നോക്കിയാൽ രണ്ടുപേരും നിൽക്കുന്നതാണ്. വേണ്ടോ വേണ്ട. പണ്ടുള്ള പെൺപിള്ളേർ ഇതുപോലെ ആയിരുന്നു. ഒരു കൂടെ എളിയിലും ഒരെണ്ണം തലയിലും വെച്ചോണ്ട് വെള്ളം എടുത്തോണ്ട് വരുമായിരുന്നു. നിങ്ങളൊക്കെ എടുക്കുമോ? പിന്നെ ഇപ്പൊ എടുക്കുന്ന എന്തോ ഒരു പേരുണ്ട്. എനിക്കൊരു മിക്സ് പൊറോട്ട. മിക്സ് പൊറോട്ട. എനിക്ക് മിക്സ് പറഞ്ഞു. തവ തവ. എനിക്കൊരു തന്തൂരി ഉണ്ട്. എല്ലാം തന്തൂരിയോ? എന്നാ പിന്നെ തന്തൂരി ആയിക്കോട്ടെ. ചായ ദയ്യം പറഞ്ഞോ? ഏക് ദൈ. ഈ സീറ്റേ വന്നിരിക്കണ്ടായിരുന്നു. ഇവിടെ ഇരുന്നപ്പോഴത്തേക്കും തടുക്കാൻ തുടങ്ങി നല്ലപോലെ. അതെ, വണ്ടിക്കകത്തിരുന്നിട്ടേ തണുപ്പ് കുറവല്ലായിരുന്നു. ഇങ്ങോട്ടുള്ള ഈ സീറ്റിന് നല്ല തണുപ്പ്. നമ്മുടെ മിക്സ് തന്തൂരി പറാത്തയും നമ്മുടെ ദൈ വന്നിട്ടുണ്ട്, അച്ചാറുണ്ട്, ഫുൾ ചായ ഉണ്ട്. ചായ കുടിച്ചു നോക്കി എങ്ങനെയുണ്ട്? ചായക്ക് അല്ലെങ്കിലും പഞ്ചാബിലെ നല്ല സൂപ്പർ ചായ കിട്ടും. അതെ, നമ്മുടെ രാജസ്ഥാനിലെ ആണല്ലോ. അതെ, കുഴപ്പമില്ല. എങ്ങനെയുണ്ട് മിക്സ് പറാത്ത? എങ്ങനെയുണ്ട്? എനിക്ക് ഈ പറാത്ത ഇഷ്ടം. മറ്റേ ആലു പറാട്ടയെക്കാട്ടിലും ഇഷ്ടം തന്തൂരി ആയിട്ടുള്ള. ബില്ല് എത്രയായി? ബില്ല് 325 രൂപ. നല്ല കടയായിരുന്നേ. അപ്പോൾ ഈ നിങ്ങളിങ്ങനെ പോകുന്നപ്പോഴേ ഈ കടയിൽ ഇവിടെ ലേഡീസ് സ്റ്റാഫുകൾ ഒരുപാട് പേരുണ്ട് സപ്ലൈ ചെയ്യുന്നത്, വെയിറ്റർമാർ. അപ്പോൾ പുള്ളിക്കാരി ചോദിച്ചേ, നിങ്ങളിങ്ങനെ ലോറിയിലേക്ക് പോകുന്നതുകൊണ്ടപ്പോൾ നിങ്ങൾ ലോറിയിലാണോ വന്നതെന്ന് എന്നോട് ഒന്ന് ചോദിച്ചേ. എന്നുവെച്ചാൽ കാറുകാരല്ലേ അവിടെ കൂടുതൽ കയറുന്നത്. ഞാൻ പറഞ്ഞു അതെ, അത് ലേഡി ട്രക്ക് ഡ്രൈവറാണെന്ന് പറഞ്ഞാൽ പോയത്. ആണോന്ന് ചോദിച്ചു. അന്നേരം പുള്ളിക്കാരി പറഞ്ഞേ, ഇപ്പോൾ അല്ലെങ്കിൽ ലേഡീസ് ബർത്ത് ഫാസ്റ്റ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ്. അത് കണ്ടില്ല. ഈ പിന്നെ ഇതൊക്കെ ഇട്ടിട്ട് പോയോണ്ടേ, തൊപ്പിയൊക്കെ വെച്ച് പോയോണ്ടേ. നീ അത് പറയണ്ട, അവർക്ക് കണ്ടപ്പോ മനസ്സിലായി ഇപ്പോഴത്തെ മോഡൽ തന്നെയാണ് കേട്ടോ. ബഹുമാനപ്പെട്ട സ്ത്രീജനങ്ങൾ ഇത് കേട്ടിട്ട് രോക്ഷാകുലരാകരുത്. ആണല്ലേ, ഒരു തണുപ്പ്. തണുപ്പ് കൊണ്ടല്ലെന്ന്, മുടിയെല്ലാം കപൂറായിട്ടിരിക്കുക. മുടിയൊക്കെ വലിയ താമസിക്കാതെ എന്റെ തല പോലെ പോട്ടെ പോട്ടെ. വണ്ടി പോട്ടെന്നാണോ പറഞ്ഞ? മുടി പോട്ടെന്നാ പറഞ്ഞേ. വണ്ടായും കൂടെ പോയാൽ ഇനി കൂപ്പ് പൊടിഞ്ഞു. ഈ മുടിയെ പറ്റ വെട്ടിയാ മതി. ഈ വണ്ടി വരുമ്പോ മുടി നീണ്ടു നിന്നിട്ടാ. ഈ പ്രാവശ്യം പോയിട്ട് മുടി വെട്ടാൻ സമയം കിട്ടിയില്ല. ഞായറാഴ്ചയായി പോയിരുന്നു ഇടയ്ക്ക്. ഞായറാഴ്ചയല്ലായിരുന്നോ? പിന്നെ അമ്പലത്തിൽ ഉത്സവമല്ലായിരുന്നോ? അത് ശരി. ഇതുണ്ടോ ബൈക്കുകളുടെ പിക്കപ്പ് കണ്ടോ? ഇവിടെ ഒരു വലിയ ഫ്ലൈ ഓവർ പണിതുകൊണ്ടിരിക്കുക. ഇതൊരു വലിയ ഫ്ലൈ ഓവർ ആണല്ലോ. എല്ലാ ടൗണുകളും ഫ്ലൈ ഓവറിന് അടിയിലാക്കുക. പണി തീർന്നു കഴിഞ്ഞാൽ സൂപ്പറാണ്. അതെ അതെ, നമുക്ക് ഹൈവേ പിടിച്ച് ഇങ്ങനെ പോയാൽ മതി. അല്ല, എല്ലാവരും ഇപ്പോഴും അധികം ഇല്ലല്ലോ. ഈ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ. നമ്മൾ പോകുന്നത് തന്നെ ഒരു എണ്ണവണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. ആണോ? കുറച്ചിറക്കിയിട്ട് ബാക്കിയുണ്ടോ? അത് ചിലപ്പോൾ ഉണ്ടല്ലോ തിരിച്ച് ലോഡ് കയറ്റിയേക്കുന്നതായിരിക്കും. കുറച്ച് കയറ്റി വേറെ എവിടുന്നതിലൂടെ കയറ്റാൻ വേണ്ടിയിട്ടായിരിക്കും. ഒരു പിക്കപ്പ് അതാണ്ട് ഇടിച്ച് അവിടെ പോയി. അപ്പുറം അതിലേ വന്ന വണ്ടിയായിരിക്കും കേട്ടോ. നേരത്തെയാണ് എനിക്ക് പട്ടാളത്തിൽ പോകാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഇപ്പോഴാണ് പട്ടാളത്തിൽ പോകണത്. അതിയായ ത്വരയുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ എടുക്കല്ലേ? ഇപ്പം എടുക്കല്ലേ, ഈ ചോറായി പോയി പുറയിലേക്ക്. നമ്മൾ ആ മണ്ടേന്ന് 5-6 ചാക്ക് എടുത്ത് താഴെ വെച്ച് ലെവലാക്കിയോണ്ട് പുറകോട്ട് ഇറക്കിയിട്ടുണ്ട്. വെയിറ്റ് ഒരു സുഖമുണ്ട്, വലിയ കുഴപ്പമില്ലാതെ. അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രണ്ട് കുത്തി നിൽക്കും. അങ്ങനെ വണ്ടി നീങ്ങത്തില്ല. പഞ്ചാബിലെ ഈ എല്ലാ 5 നദികളില്ലേ, അതെല്ലാം പിന്നെ സിന്ധു നദിയുടെ പോഷക നദിയാ. പിന്നെ നമ്മള് രാവി നദിയുടെ പേരാട്ടോ. രവീന്ന് നമ്മൾ പറയുമ്പോ രവി എന്നൊക്കെ പെട്ടെന്ന് പറയുന്നുള്ളൂ. രാവി നദി എന്നാ. രവി എന്നുള്ള പേര് കൂടുതൽ ഓർമ്മ നിൽക്കും. അതെ അതെ. ആരുടെ കൊച്ചച്ഛന്റെ അച്ഛന്റെ അനിയന്റെ പേരാ രവിന്ന്. അപ്പൊ അതുകൊണ്ട് അതെ, രാവിൽ നിന്നും രവിന്ന് നമ്മൾ പറയുള്ളൂ അല്ലേ? അതുകൊണ്ട് പറഞ്ഞ ഞാനത് പറഞ്ഞു കഴിയുമ്പോൾ പറയും നമ്മുടെ കുഞ്ഞമ്മാവനാണല്ലോ. അതെ, എന്നാലും ഞാൻ പറഞ്ഞെന്ന് പറയും. പഞ്ചാബിലെ ഒരുപാട് കൃഷികളൊക്കെ ഉണ്ടല്ലോ. ഗോതമ്പൊക്കെ അല്ലേ, ഒരുപാട് കൃഷിയുണ്ട്. അതുപോലെ ഇന്ത്യയുടെ ധാന്യക്കലവറയാണ് പഞ്ചാബ് എന്ന് അറിയപ്പെടുന്നത്. വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? സൂര്യൻ പതുക്കെ തലയൊക്കെ പൊക്കി വരുന്നുണ്ട്. അതെ അതെ, വെയില് വരുന്നുണ്ട്. അതല്ലേ തണുപ്പ് കുറഞ്ഞു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യക്കാട്ടി നല്ല കുറവുണ്ട്. ഇനി മഴ പെയ്തോണ്ട് ഇനി തണുപ്പ് കുറവായിരിക്കും. അതുകൊണ്ട് ഒരു ജീപ്പ് കിടക്കുന്നുണ്ടോ? കണ്ടു കണ്ടു.
ടയറേ ഉള്ളൂ. വേറൊരു കാര്യം ഉണ്ടെന്ന്, നമ്മുടെ ഇവിടെ ഇതുപോലെ കൊണ്ടിട്ട് 6 മാസം പോലും ഓടിക്കാൻ പറ്റത്തില്ല, എന്നും മഴയല്ലേ. അല്ല പിന്നെ നനഞ്ഞു പോകേണ്ടി വരുമെന്ന്. 100 രൂപയുടെ പ്ലാസ്റ്റിക് മേടിച്ച് വണ്ടിക്കകത്ത് വെക്കുക. ആ വണ്ടി നമ്മുടെ ഇവിടെ കൊണ്ട് ഓടിക്കാൻ പറ്റിയല്ല. അതായിട്ട് ടയർ നീ കണ്ടായിരുന്നോ? കണ്ടില്ലല്ലോ. റോഡിലോട്ട് ഇറക്കിയിട്ട് വേണ്ട ഇത് ഓടിക്കാൻ. ആ കല്യാണ മണ്ഡപം കേട്ടോ. അപ്പുറത്ത് പറഞ്ഞ കണ്ടായിരുന്നു. ഇപ്പം PRTC, പഞ്ചാബ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. പഞ്ചാബിലേക്ക് വന്നാലേ നല്ല പ്രകൃതി ഭംഗിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഗോതമ്പ് പാട് ഇഷ്ടം പോലെ ഉണ്ട്. കാണിക്കാൻ പറ്റിയല്ലോ കേട്ടോ. ഇച്ചിരി ഇറങ്ങി നോക്കണമെന്ന് പറഞ്ഞേക്കല്ലേ, സമയമില്ല. ലോഡ് ഇതും കൂടെ ഇറക്കി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പാടത്തിലോ പറമ്പത്തോ എവിടെ വേണേലും പോകാം. കടുവ് പാടമുണ്ട് ഇഷ്ടം പോലെ. തിരിച്ചു പോകുമ്പോ എവിടെയെങ്കിലും ഇറങ്ങിയൊക്കെ ഞാൻ നോക്കും. അതിനനുസരിച്ചുള്ള ലോഡ് കയറ്റാം. ലോഡാണെങ്കിൽ ലോഡ് അതിനനുസരിച്ചുള്ള കയറ്റാം. നോക്കട്ടെ. എക്സ്പ്രസ് ആണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പോകുള്ളൂ. അതെ, കഴിഞ്ഞ ദിവസത്തെ പോലെ 4-5 ദിവസം കിടക്കാണ്ടിരുന്നാ മതിയായിരുന്നു. നാക്കൊന്ന് കാണിച്ചേ. വെള്ളി കെട്ടിക്കേണ്ടി വരുമോ നാക്കല്ല? കരുനാക്കല്ല, നല്ല നാക്കാം. അല്ല ഇത് തന്നെ അറിയാം, നമുക്ക് കാണാൻ കാഴ്ചകളൊക്കെ പോകാൻ പറ്റുന്ന സ്ഥലത്ത് 2 ദിവസം കിടക്കുന്നെങ്കിൽ അത്ര നഷ്ടം വരത്തില്ല. അല്ല ഇവിടെ ആയതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാല്ലേ. പഞ്ചാബിലായോണ്ടേ. അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇപ്പം ലോഡ് ഉണ്ടോ ഇല്ലയോ എന്ന് ഇപ്പം ഇന്ന് വൈകിട്ട് പറയും, നാളെ രാവിലെ ലോഡാക്കിയേക്കാന്ന് പറയും. രാവിലെ അവിടെ ഓഫീസിൽ നോക്കി ഒരു 11, 12, 1 മണി വരെ ഇരുന്ന് കഴിഞ്ഞാലേ അറിയത്തുള്ളൂ ആവുമോ ഇല്ലയോ എന്ന്. പിന്നെ വൈകുന്നേരമുള്ള കുറച്ച് സമയം കിട്ടുള്ളൂ. അപ്പൊ ഇനി നാളെ പോകാന്ന് വെച്ചാൽ നാളെ ഇപ്പൊ ലോഡാവുന്നല്ലേ പറയുന്നത്. അപ്പൊ പിന്നെ അത് നോക്കി അല്ല, അതിൽ എളുപ്പമുള്ളൊരു പണി ഞാൻ പറയാം. എന്താണെന്നറിയോ? എളുപ്പമുള്ള പണി എന്നാന്ന് ചോദിച്ചാൽ വണ്ടി ഇപ്പൊ അവിടെ ഇറക്കി കോട്ടറേറെ വണ്ടി ഏൽപ്പിക്കുക. ഏതെങ്കിലും ലോറി ഓഫീസിൽ പോയി കിടന്നോളാൻ പറയാം. നമുക്ക് അവിടെ കറങ്ങാനുള്ള സ്ഥലങ്ങൾ പോവാം. അപ്പം ലോഡ് ആയി കഴിയുമ്പോൾ നീ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതി. അല്ല കുഴപ്പമില്ല. വിളിച്ച് അവിടെ കമ്പനി കൊണ്ടിട്ടിട്ട് നിങ്ങൾ വന്നേര്, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാനും ഒരു അത് കുഴപ്പമില്ല. എളുപ്പം, ഏറ്റവും എളുപ്പമുള്ള കാര്യം അതാ. അങ്ങനെയാണ് ഇനി ഒരു ഡ്രൈവറെ കൂടെ കൊണ്ടുവരേണ്ടി വരും. മൊത്തത്തിൽ 4 പേര് വരേണ്ടി വരുമല്ലോ ഇങ്ങനെയാണെങ്കിൽ. അതെ, ചായപ്പുറം പിടിക്കേണ്ടി വരും അല്ലേ. ഇവിടോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ചെറുവണ്ടി എന്തോരം അല്ലേ. ഇതെന്നാന്നറിയോ? ഇതിവിടെ ഒത്തിരി ടൂറിസ്റ്റുകളും വരുന്നുണ്ട് ഡൽഹിയിലൊക്കെ വന്നിട്ടേ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി. അട്ടാരി ബോർഡറും അമൃത്സറും മറ്റേ കൂടുതലും പ്രൈവറ്റ് വണ്ടികളോ ടാക്സി വണ്ടികൾ അങ്ങനെ കാണുന്നില്ല. ഗോൾഡൻ ടെമ്പിളൊക്കെ കാണാനേ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അതാ മുമ്പേ ആ ടോളിലൊക്കെ അത്രയും തിരക്ക് കണ്ടായി. ചെറുവണ്ടി മാത്രമല്ലേ ഉള്ളൂ. ആ, ഗോൾഡൻ ടെമ്പിളൊക്കെ എത്ര പ്രാവശ്യം കണ്ടെന്ന് പറഞ്ഞാലേ പിന്നെ കാണാൻ തോന്നും. അതെ അതെ. ഈ അട്ടാരി ബോർഡർ പോകാൻ വേണ്ടിട്ടേ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പം നാളെ, ഇന്നിപ്പോ ഇറക്കിയില്ലെങ്കിലും നാളെ നമുക്ക് പോവാം. ഇറക്കി കിട്ടിയാൽ നമുക്ക് കോ ഡ്രൈവറെ കൊണ്ടുപോകാം. ഇറക്കി കിട്ടിയില്ലെങ്കിൽ കോ ഡ്രൈവറെ നമുക്ക് വണ്ടിയെ കടത്തിട്ട് പോകാം. വണ്ടിയിൽ ഉപേക്ഷിച്ചിട്ട് പോവാം. നോ മെൻഷൻ പ്ലീസ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ പാർട്ടിയോട് ഞാൻ പറയും, ഇറക്കിയാലും ഇല്ലെങ്കിലും വണ്ടിയുടെ ഉത്തരവാദിത്തം നിങ്ങൾക്കാ. ഇറക്കി കഴിയുമ്പോൾ പിടിച്ചാൽ മതി, ഞങ്ങൾക്ക് വഴിക്ക് പോയിട്ട് വരാം. അതല്ല, നമ്മൾ ഇറങ്ങുന്നതിന് ഇപ്പറയും ബാഗ് എടുത്തോണ്ട് മുന്നേ ഇറങ്ങും കോ ഡ്രൈവർ. പിന്നെ എങ്ങനെയാന്ന് പറയാം, ഇതിന്റെ സ്ഥലം കാണണ്ടേ? നമ്മൾ ഈ ത്യാഗം എല്ലാം സഹിച്ച് ചെയ്ത് പോകുന്നത് തന്നെ ഈ സ്ഥലങ്ങൾ കാണാമല്ലോ എന്നുള്ള ഒറ്റ കാരണം. എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഓറഞ്ച് തോട്ടം ഒന്നും ഇവര് കാണണ്ടായിരുന്നു, വണ്ടിയെ തന്നെ ഇരിക്കും അല്ലേ? ഗംഗാനഗറില് ഓറഞ്ച് തോട്ടം കഴിഞ്ഞ് നമ്മള് മറ്റേ തോട്ടത്തിൽ പോയല്ലോ, എനിക്കറിയാലോ. പിന്നെ നമ്മൾ പോകുന്ന ഇതിലും വലിയ തോട്ടത്തിലേക്കാണ്. കോ ഡ്രൈവർക്ക് കൃഷികളൊന്നും കാണാൻ വലിയ താല്പര്യം ഇല്ലതാ. അതെ, ദൈവത്തിന്റെ കാൽക്കുലേഷൻ വരെ തെറ്റിച്ച ആൾക്കാരാണ് നമ്മള് മനുഷ്യന്മാര്. അതിനാന്ന് മനസ്സിലായില്ലല്ലേ? ആപ്പിള് തിന്നല്ലേ മറ്റേ ഏതും തോട്ടത്തിൽ വെച്ച് ദൈവം പറഞ്ഞിരുന്നല്ലേ, ആ ആപ്പിള് തിന്ന് ദൈവത്തിന്റെ കാൽക്കുലേഷൻ തെറ്റിച്ച പാർട്ടികളാ മനുഷ്യര്. അതൊക്കെ എന്തായിരുന്നു? അതല്ലേ റിസോർട്ട് ഇവിടെ ഒരുപാട് റിസോർട്ടുകളുണ്ടല്ലോ. എയർ ഇന്ത്യ നിലത്ത് വീണ് കിടക്കുന്നു. അല്ലല്ല, ഇത് എയർപോർട്ടിന്റെ സൈഡിൽ കൂടെ നമ്മള് പോകുന്നത്. അതുകൊണ്ടാ എയർബസ് A320 കേട്ടോ. ഇവിടാണോ കൊക്കോളയുടെ കമ്പനി? കൊക്കോള കമ്പനി. അത് നോക്കി എന്തേരം വണ്ടി ഉണ്ടെന്ന് നോക്കി ലോഡ് കയറ്റാൻ വേണ്ടി ഒന്ന് നടക്കണം. ടോളൊന്നും കിട്ടിയില്ലായിരുന്നല്ലോ. കിട്ടിയിരുന്നു. പിന്നെ ടോള് മുമ്പേ പറഞ്ഞു കഴിഞ്ഞില്ലേ? അതെ അതെ, ആദ്യമേ രാവിലെ. മൊത്തം സ്ത്രീജനങ്ങളാണല്ലോ സ്റ്റാഫ്. ഇവിടെ എത്ര രൂപയാ? 390 രൂപ അല്ലേ? ഇതെന്നാ സംഭവം? ഗോൾഡൻ ഹട്ട് ഓപ്പണിംഗ് ഷോർട്ട്ലി ഇൻ അമൃത്സർ. നല്ല രസമുണ്ട് ഇത് കാണാനല്ലേ. പുറകിലോട്ട് നല്ല ഏരിയ ഉണ്ട് ഇതിന്റെ. അമൃത്സർ 10, ഗുരുദാസ്പൂർ 78, പഠാൻകോട്ട് 119 കിലോമീറ്റർ. എന്താ ബൈക്കിന്റെ പിക്കപ്പ് ഉണ്ടോ? നല്ല രസമുണ്ടല്ലേ. ചിലവും കുറേ, ബൈക്കിന്റെ ചിലവേ ഉള്ളൂ.
ഫ്ലൈ ഓവറുകൾ ഒരുപാട് പണിയുന്നുണ്ട്. ഉണ്ട് കൈ കാണിക്കുന്ന മരുവല്ലോ. അല്ലല്ല അത് ഗൈഡുമാർ. അതാ ഞാൻ പറഞ്ഞത്, ഗൈഡിൻ്റെ എല്ലാം പണി തീർന്നു. ഈ ഗൂഗിൾ മാപ്പ് മാപ്പ് വന്നോടുകൂടി ലൊക്കേഷൻ അതുണ്ടായിരുന്ന സൂപ്പറായിരുന്നു. അതെ, നമുക്ക് അടുത്ത പാലത്തിനടിയിൽ നിന്ന് റൈറ്റ് ആതിരിയുണ്ട് കേട്ടോ. ഇവിടെ ഈ ഫ്ലൈ ഓവറിൻ്റെ എല്ലാം പണി തീർന്നു നിൽക്കുക. ഇതിൻ്റെ ഈ അപ്രോച്ച് റോഡിൻ്റെ പണിയാണ് ആവാനുള്ളത്. ആൽഫ ഇന്റർനാഷണൽ സിറ്റി. ഇതിൻ്റെ ഒരു ട്രാഫിക് എന്തായാലും ദൂരം നോക്കി അങ്ങ് വരെ. അതെ, പഞ്ചാബി കല്യാണത്തിന് പോകാൻ റെഡിയായി നിൽക്കുക, പെണ്ണും ചെറുക്കനും ഒക്കെ പോകാനായിട്ട്. അതെ, താഴേക്കുള്ള വഴി കണ്ടോ? ഇത് അമൃത്സർ ടൗണിലേക്ക് പോകുന്നതാണ്. കണ്ടോ വലിയൊരു കമാനം കണ്ടോ? ഗോൾഡൻ ടെമ്പിളിന്റെ ആ ഒരു ഇതല്ലേ? അതെ, ഗോൾഡൻ ടെമ്പിളിൻ്റെ ഇതിലാണ് അത് പണിതേക്കുന്നതെന്ന് തോന്നുന്നു. നമ്മളിപ്പം ബൈപ്പാസ് വഴി ചെന്നിട്ട് ഇത് ശരിക്കും നമ്മളന്ന് പോയ പഠാൻകോട്ട് റൂട്ടാണ് കേട്ടോ. ഇത് മറക്കാൻ പറ്റുമോ? ആദ്യം കാശ്മീർ പോകാനായിട്ട് വന്ന വഴിയല്ലേ ഇത്? റയാൻ ഇന്റർനാഷണൽ സ്കൂൾ. അപ്പം ആ പുറയിലത്തെ കമാനം കണ്ടപ്പോൾ ഓർത്ത് അതായിരിക്കും ഗോൾഡൻ ടെമ്പിൾ നിന്ന് രാത്രി കീല വന്നിട്ടല്ലേ? അതെ. അതുണ്ടാ പഞ്ചാബ് വണ്ടിയാ, അതിന്റെ പുറകെ ഉണ്ടോ കാനഡയുടെ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ഈ പഞ്ചാബിലുള്ളവർ മൊത്തം കാനഡയിലാണോ എന്ന് സംശയമുണ്ട് അല്ലേ? എന്തെങ്കിലും ഒരു ഫ്ലാഗ് വിദേശത്തിന്റെ ഉണ്ടാവും. അല്ല, ഇവരെല്ലാം കാനഡ മൊത്തം പഞ്ചാബിലല്ലേ ഇതിന്റെ ട്രാൻസ്പോർട്ടിങ്ങും ഡ്രൈവിങ്ങും എല്ലാം. അവരുടെ ഒരു ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കാനഡയ്ക്ക് പോവാന്നുള്ള, അവിടെ ചെന്ന് ജോലി ചെയ്യുക, എന്നിട്ട് ഇവരുടെ പരിവാറിനെ മൊത്തം അങ്ങോട്ട് കൊണ്ടുപോകാം. അതാണ് അവരുടെ ഏറ്റവും വലുത്. അതിപ്പം ആഗ്രഹം മരിക്കാതിരിക്കാൻ എപ്പോഴും വേണ്ടി അത് ചിന്തിക്കാൻ വേണ്ടിയാണ് അതിങ്ങനെ വെച്ചേക്കുന്നത്. ശരി, അതിങ്ങനെ കണ്ട് അതല്ലേ നമ്മളാ ഗംഗാറിലേ നമ്മളാ കിന്നു കയറ്റാൻ പോയപ്പം അവിടുത്തെ പയ്യനല്ലേ നമ്മുടെ കൂടെ വന്നേ, ആ കൃഷിയെല്ലാം കാണിച്ചു തന്നില്ലേ? പയ്യനും പറഞ്ഞായിരുന്നു ഞാൻ ഉടനെ കാനഡയ്ക്ക് പോകുന്ന പറഞ്ഞു. താഴോട്ട് നോക്കിയേ, കൊക്കോകോളയുടെ ഫാക്ടറിയാ, ട്രൈ അടിക്കുന്നുണ്ടോ? ഉണ്ടോ എന്താ പറയാന്ന് നോക്കി, വണ്ടികൾ കണ്ടോ എന്താ കിടക്കുന്നതെന്ന്. ഉണ്ടായിരിക്കും, ലോഡുണ്ട്. അല്ല, കൊക്കോളയുടെ ലോഡുണ്ട്. ഉണ്ട്. തമിഴ്നാടിനാണ് കൂടുതലുള്ളതെന്നാണ് പറഞ്ഞത്. ഞാൻ കേരളത്തിലേക്ക് ഉണ്ടോയെന്ന് അറിയില്ല. ഓ, ഫ്ലൈ ഓവറുകൾ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. നോക്കിയേ എന്തായാലും ഏരിയ ആണ്. നമുക്ക് ലെഫ്റ്റാണേ, ആ കുതിര വണ്ടി നിൽക്കുന്നതിലേ പോകണം. തൂക്കമൊന്നും വേണ്ട, നേരെ അങ്ങ് ചെന്നാൽ മതി വണ്ടിയിലേക്ക്. ഞാൻ രാവിലെ വണ്ടിയുടെ തിരക്കെല്ലാം കുറഞ്ഞിട്ടുണ്ടാവും നമ്മൾ ഈ സമയത്ത് ചെല്ലുന്നോണ്ടേ. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അറിയാം എങ്ങനെയാന്ന്. ഈ പാലത്തിനടിയിൽ കൂടെ പോയിട്ട് അപ്പുറം പോയി യൂട്ടേൺ എടുത്ത് റൈറ്റ് സൈഡിലാണ് നമ്മുടെ വണ്ടി കേട്ടോ. അപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ ഈ പാലത്തിനടിയിൽ കൂടെ ചെന്ന് യൂട്ടേൺ എടുത്ത് വരേണ്ടി വരുമായിരിക്കും. വല്ലാമണ്ടി ഉണ്ടോ? പച്ചക്കറിക്കടകൾ എന്തായാലും നോക്കി, നല്ല പച്ചക്കറിയാണ്. ആ വല സൈഡിൽ കാണുന്ന മാർക്കറ്റ്. ഓ, ഇതും മഴയത്തെല്ലാം കോളമായിട്ട് കിടക്കുക. ഈ താഴെ കൂടെ ഇറങ്ങി പോകണം. ഇതേണ്ട പോലീസുകാരൻ ഇതിലേ പോകാൻ പറഞ്ഞു. ഇതിലേ ചെന്നിട്ട് യൂട്ടേൺ എടുത്ത് അപ്പുറം വരണം. 52 വിക്കി. ഷെഡ് നമ്പർ 3. അപ്പോഴേ മെയിൻ ഡ്രൈവർ പോയി നോക്കി ഇതൊക്കെ. ഞാൻ ഈ വണ്ടിയായിരുന്നു വീഡിയോ എടുക്കാം. ഞാൻ വണ്ടിയായിരുന്നു വീഡിയോ എടുക്കാം. ഇതിൽ ഇറങ്ങിപ്പോയി അവിടെ ഗേറ്റ് പാസ് ഒക്കെ എടുക്കണം. ഇതില് ഗേറ്റില് ബുദ്ധിമുട്ടാവൂല്ലോ ആർക്ക്? നമുക്ക് ഇവിടെ അകത്തേക്ക് കയറാം. ഇവിടെ ഗേറ്റ് പാസ് കാണും. ഇതല്ലേ? ആ, ഇങ്ങോട്ടോ ഈ സൈഡിൽ ചേർന്നിട്ടോ കേട്ടോ, ചേർന്നോട്ടെ. ഗേറ്റ് പാസ് കാണും. ഉണ്ടെന്ന് തോന്നുന്നു. അതെ ഉണ്ട്. അതേ അങ്ങോട്ടാ പോണ്ടേ, അപ്പുറം പോയി തിരിച്ചിട്ട് വരാം. ഗേറ്റ് പാസ് 200 രൂപ. 50 രൂപ. പുറകെ വണ്ടി നിൽക്കല്ലേ? ചെളി, മഴ പെയ്തേ മൊത്തം ചെളിയായിട്ട് നാശമായിട്ട് കിടക്കാം. തിരിക്കാനാ പുള്ളി പറഞ്ഞേ. ഇതുപോലുള്ള മാർക്കറ്റുകളിലേ വന്ന് കിടന്നാലേ നമ്മുടെ കാര്യം അധോഗതിയാ. മാർക്കറ്റിന്റെ അവസ്ഥ ഉണ്ടോ അല്ലേ? എടുത്തോ. ഇതിലും ഭേദം മറ്റേ മാർക്കറ്റായിരുന്നു എനിക്ക് തോന്നുന്നു. ആ മാർക്കറ്റ് മൊത്തം കോൺക്രീറ്റ് ചെയ്തിരുന്ന. ഇത് ഈ വണ്ടി ഓടുന്ന ഭാഗം മാത്രമേ ഉള്ളൂ. ഇടയ്ക്കെല്ലാം ചെളി, അതാ മണ്ണായിട്ട് കിടക്കും. ഏതൊക്കെയാലും ഇന്നലെ പോരാഞ്ഞോ നന്നായി. അതെ, അവിടെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. വാഷ്റൂമൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഇവിടുന്ന് റൈറ്റിലേക്കാണേ. കണ്ടം പൂട്ടിയിട്ടേക്കുന്നല്ല. ഇതിനകത്തൂടെ ഇറങ്ങി എങ്ങനെ നടക്കുമെന്ന്. ഇതിനകത്തെല്ലാം മെയിൻ ഡ്രൈവറും കോ ഡ്രൈവറും കൂടെ പോക്കോണം. ഞാൻ ഈ വണ്ടി ഇരുന്ന് വീഡിയോ എടുത്തോളാം.
ഞാൻ താഴെ ഇറങ്ങുന്ന പരിപാടി നിർത്തി. ഇതൊക്കെ കോ ഡ്രൈവറുടെ ജോലിയാണ്. മെയിൻ ഡ്രൈവർ വണ്ടിക്കകത്ത് ഇതിപ്പോ വന്ന് കോ ഡ്രൈവർക്ക് മാത്രമേ ജോലിയുള്ളൂ. നേരെ പോണം, ഇതേ നേരെ പോണം. ആ പിക്കപ്പ് വരുന്നതിന്റെ അപ്പുറയാണേ. ഈ പച്ച ഇതിനകത്തിരുന്ന ചെരുപ്പൊക്കെ ഊരി കളഞ്ഞിട്ട് കാല് ഫ്രീ ആക്കി കൊണ്ട് പോയാൽ മതി കേട്ടോ. വേറെ ചെരുപ്പ് മേടിച്ചാൽ മതി, കഴുകിയെടുക്കൊന്നും നടക്കില്ല. ഇതിനകത്ത് മറ്റേ ഒരു ഷൂ മേടിക്കണം, അതെ, മുട്ടപ്പോള്ള ബൂട്ട്. ഷൂ ആണ്. അതെ, ബൂട്ടെന്നൊന്നും പറയില്ല, ടാറിംഗ് ഷൂ. അതൊരെണ്ണം മേടിച്ചിടണം, ഇല്ലെങ്കിൽ ഇതിനകത്തോട്ട് ഇറങ്ങി നടക്കണം പാടാ. വിക്കി സിംഗ് ഷോപ്പ് നമ്പർ 3 അല്ല 52 ഷെഡ് നമ്പർ 3 ഷെഡിന്റെ നമ്പർ കാണും ഇവിടെ. ഇതല്ലേ 52. ഇതല്ലേ മുഴുവൻ ചെളി എല്ലായിടത്തും. എന്നാ പറയാനാ, ഇന്ന് ഇറക്കുകയല്ല. കച്ചവടം അനുസരിച്ചേ ഇറക്കത്തുള്ളൂ. കോ ഡ്രൈവർ വെട്ടല്ലോ. അല്ല, അവർ പറഞ്ഞു, ഞാനിങ്ങനെ പറഞ്ഞായിരുന്നേ. അപ്പം ലേഡി ഡ്രൈവറെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഒരാളിവിടെ നിൽക്കട്ടെ, ഒരാളെ ഇവിടെ നിർത്തി വെച്ച് നിങ്ങൾ കറങ്ങാൻ പൊക്കോ. അപ്പം ഈ സൈഡ് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. കറങ്ങാൻ പൊക്കോ, ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഒരാളെ ഇവിടെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് വെക്കോ. എന്നിട്ട് അതിലെല്ലാം കറങ്ങാൻ കഴിഞ്ഞിട്ട് വന്നാൽ മതി. അന്നേരത്തേക്ക് ഞങ്ങൾ ലോഡൊക്കെ ഇറക്കിയിട്ടേക്കാം. നല്ല കാര്യമാണ്. ഒരാളെ ഇറക്കിയാലും മെയിൻ ഡ്രൈവറെ നിർത്താൻ അവർ പറയുമല്ലോ. ഇല്ലില്ല, അപ്പോൾ ആരാണെന്ന് ഊഹിച്ചെടുത്തോളാം. ഈ വന്ന വെളിയിൽ നിന്ന് വന്നവരാ, ഇവിടെ നിൽക്കാൻ പറ്റുന്ന ഒരാളെ ഇവിടുന്ന് എവിടെന്നെങ്കിലും കണ്ടുപിടിക്കേണ്ടി വരും. എന്നിട്ട് അവർ പറഞ്ഞു, ഇന്നിപ്പം ഗോൾഡൻ ടെമ്പിളും കണ്ട്, പിന്നെ അട്ടാരി ബോർഡറൊക്കെ നാളെ കണ്ട്, എന്നിട്ട് വന്നാൽ മതി, നിങ്ങൾ മൊത്തം കറങ്ങാൻ പൊക്കോളാന്നാണ് പറഞ്ഞത്. വണ്ടി ഇവിടെ സേഫാണ്, ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ബാഗും ഡ്രസ്സൊക്കെ എടുക്ക്. അപ്പം മെയിൻ ഡ്രൈവർ സർക്കസ് കളിക്കാൻ തയ്യാറായിട്ട് നിന്ന് കറി ചൂടാക്കുക ചെളിക്കകത്ത്. ഒരു രക്ഷയില്ല, ഇതിന് ചവിട്ടി വണ്ടിക്കകത്തോട്ട് വരണമെന്നുള്ള ഓർക്കുമ്പോഴാണ് സങ്കടം. അല്ലേ, നിന്റെ കാലയിലില്ലേ? ഞാനും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താ നിൽക്കുന്നത്. പക്ഷെ പറഞ്ഞിട്ടല്ല, എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താലും ചെളിയാവും. എനിക്ക് ആ കറക്റ്റ് ഒരു ക്ലിപ്പ് എടുക്കാൻ പറ്റിയില്ല, അന്നേരം എൻ്റെ ഈ ക്യാമറ ഇല്ലാതെ പോയി. വേണ്ട, പുതിയ ഷൂ മേടിച്ചോണ്ട് വന്ന ആ ഷൂ അല്ല, ഈ ചെളിക്കകത്തോട്ടാണല്ലോ വന്നതെന്ന് ഓർക്കും. ഞാൻ അന്നേരം പറഞ്ഞല്ലേ, ഈ കളറൊന്നും ഇത് വണ്ടിയെ പറ്റുന്ന കളറല്ല. വെറൈറ്റി വേണ്ടേ? എല്ലാ പ്രാവശ്യം കറുപ്പ് മേടിച്ചോണ്ട് വന്നാൽ ശരിയാവോ? അത് മതി. ചോറ് ചൂടാക്കുന്നുണ്ടോ? ഇല്ലല്ലേ, കറി ചൂടുണ്ടോ? അത് മതി. എങ്ങനെയുണ്ട് ചോറ്? തണുപ്പുണ്ടോ? തണുപ്പൊക്കെ കാണും, കറിയൊക്കെ ചൂടാക്കിയതാ, പക്ഷെ അതിപ്പോൾ തന്നെ തണുക്കുന്ന ലക്ഷണമുണ്ട്. തീർത്ത് വിളമ്പിക്കോ, നാളത്തേനെ വെക്കണ്ട. അരിച്ചട്ടി അല്ലെങ്കിലും കാലിയായി. ചിക്കൻ കറിയാണെങ്കിൽ ഇത്രയും പെട്ടെന്ന് തീരുമല്ലോ കേട്ടോ. അതെ അതെ, ചിക്കൻ കറിയാണെങ്കിൽ ഇച്ചിരി മടുപ്പ് വരും, ആദ്യം കഴിച്ചിട്ട് പിന്നെ രണ്ടാമത് കഴിക്കുമ്പോൾ. അപ്പം വിളിച്ചേക്കാം കേട്ടോ. ഞാൻ എൻ്റെ ബാഗ് അതിന് മുന്നേ റെഡിയാക്കി വെച്ചിരിക്കുക. അത് ശരി. അതെ, അധികം തൂക്കമൊന്നും വേണ്ട. ഇപ്പം ഈ ചളിക്കകത്തൂടെ വേണം അങ്ങോട്ട് പോകാൻ. അങ്ങോട്ട് നടക്കണം, റോഡിലോട്ട് ചെന്നാലേ വണ്ടി കിട്ടുള്ളൂ. ഫോളോ ക്യാമറമാൻ, ഫോളോ മീ. ആ കുതിരവണ്ടിയെ കയറി നിന്നാലും മതിയായിരുന്നു കേട്ടോ. നമ്മളെ ആൾ വേണ്ട, പുള്ളി റോഡിൽ പോയി വണ്ടി വിളിച്ചോണ്ട് വന്നതാണ് നമുക്ക് കണ്ടിട്ട്. പുള്ളിയെ എന്നോട് പറഞ്ഞു റോഡിൽ ചെന്നാൽ ഓട്ടോ കിട്ടും. ഞാൻ പറഞ്ഞു ഈ ചെളിക്കകത്തോട് നടക്കേണ്ടെന്നൊക്കെ. അപ്പോൾ പുള്ളി അപ്പുറേ ഒന്ന് പോയി നോക്കിയിട്ട് ഓട്ടോ ഒന്നും കാണുന്നില്ല. പുള്ളി നടന്നു പോയി അപ്പുറേ പോയി ഓട്ടോ വിളിച്ചോണ്ട് വന്നാ. കണ്ടോ, 72 മണിക്കൂറിന്റെ എക്സ്പ്രസ് ലോഡും കൊണ്ട് വന്ന് ഇവിടെ ഈ ഇറക്കാൻ വേണ്ടി 2-3 ദിവസം കിടക്കണം. അതാണ് ഗോൾഡൻ ടെമ്പിൾ എക്സ്പ്രസ് എല്ലാ ബസ്സിലും എഴുതി വെച്ചേക്കുന്നുണ്ടോ? ഇതേ ഗോൾഡൻ ടെമ്പിളിലേക്ക് ലെഫ്റ്റ്. നമ്മളെ എങ്ങോട്ടാ പോകുന്നേന്ന്? നമ്മളെങ്ങോട്ടാ പോന്നേ? ഗോൾഡൻ ടെമ്പിളിലേക്ക്. അങ്ങനെ നമ്മൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഇന്നിവിടെ നല്ല തിരക്കാണ്. അപ്പം നാളെ നമുക്ക് കാണാം, ഇന്നിവിടെ ഒരു റൂമൊക്കെ എടുത്ത് തങ്ങാം.